അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്നാൽ, യേശു തൊട്ടാൽ, യേശു വന്നാൽ, യേശു തൊട്ടാൽ പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ജോസഫിനെ നോക്കിയാൽ, ദൈവവചനത്തിലെ പല ഭാഗങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ദൈവത്തിൻ്റെ ഫേവർ വ്യത്യസ്തമായി ചില വ്യക്തികളുടെ മേൽ ചലിക്കുന്നത് കാണാം. നമ്മുടെ ലൈഫിൽ ദൈവത്തിൻ്റെ ഫേവർ വ്യത്യസ്തമായി ചലിക്കുന്നുവെന്ന് വേറൊരാൾക്ക് മനസ്സിലായാൽ, ഒരു പക്ഷേ അയാൾ നമ്മളോട് എതിർത്തെന്ന് വരാം, അയാൾക്ക് നമ്മളോട് അസൂയ തോന്നിയെന്ന് വരാം. ദൈവജനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, യഥാർത്ഥത്തിൽ പിശാച് നമ്മളോട് എതിർക്കുന്നത് നമ്മളോടല്ല എതിർക്കുന്നത്, നമ്മുടെ വിഷനെ നോക്കിയിട്ടാണ് പിശാച് എതിർക്കുന്നത്. വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ, ഒരു തെറ്റും ചെയ്തില്ല ഇങ്ങനെ സഹിക്കേണ്ടി വന്നു എന്ന് പറയുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ മനസ്സിലാക്കിയാട്ടെ, കർത്താവിന് നിങ്ങളുടെ മേൽ വ്യത്യസ്തമായൊരു ഉദ്ദേശമുണ്ട്. അതൊരു സാധാരണ വ്യക്തിക്ക് ഉള്ളതുപോലെയല്ല. കർത്താവ് നിന്നെ വ്യത്യസ്തനായി കണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വ്യത്യസ്തമായ വിധത്തിലുള്ള ദൈവിക ഫേവർ നിന്റെ മേൽ ചലിക്കുന്നത്. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ ആരാണെന്ന് സ്വയം വിലയിരുത്തുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. മറ്റൊരാളെക്കാളും നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രസാദം അനുഭവിക്കുന്നു തോന്നിയാൽ ചിലർക്കത് സഹിക്കാൻ പറ്റത്തില്ല. മറ്റുള്ളവരിൽ നിന്ന് നീ വ്യത്യസ്തനാകാൻ തുടങ്ങിയാൽ ചിലർക്കത് സഹിക്കാൻ പറ്റത്തില്ല. വ്യത്യസ്തനാകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എതിരാളികൾ എഴുന്നേൽക്കാം. എതിരാളികൾ വാളും പരിചയം കൊണ്ടാണ് വരുന്നതെങ്കിൽ നിനക്കൊരു പക്ഷേ തടയാം. പക്ഷെ നിന്റെ മനസ്സിനെയാണ് അവരിടിക്കാൻ നോക്കുക. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. ഒരു എതിരാളിയും നിന്റെ മനസ്സിടിക്കരുത്. എഴുന്നേറ്റ് വന്നിട്ട് രണ്ടുപേരുടെങ്കിലും കൈ കൊടുത്തിട്ട് പറ, ഒരു എതിരാളിയുടെയും വാക്കുകൾ നിന്റെ മനസ്സിടിക്കരുത്. കൂടുണ്ടോ? കൂടുണ്ടോ? വ്യത്യസ്തനാകുക, വ്യത്യസ്തനാകുക. ഒരു 5-6 പേരോട് കൈ കൊടുത്തിട്ട് പറ, ഒരു എതിരാളിയുടെയും വാക്കുകൾ നിന്നെ മനസ്സിടിക്കരുത്. വ്യത്യസ്തനാകുക, വ്യത്യസ്തനാകുക. ഞാനൊരു വ്യത്യസ്തനാകുമെന്ന് പറയുന്നവർ കാണിക്കേ. ഹല്ലേലൂയ. ജോസഫേ, 12 പേരുള്ള വീട്ടിലകത്ത് നീ ആരാ? അവൻ പറയും, ഞാനൊരു വ്യത്യസ്തനാണ്. പത്രോസേ, 12 പേരുള്ള ശിഷ്യന്മാരുടെ നടുവിൽ നീ ആരാണ്? നീ ഒരു വ്യത്യസ്തനാണ്. അവനാണ് വെള്ളത്തിൽ മേൽ നടന്നത്. വെള്ളത്തിൽ മീത നടക്കാൻ തുടങ്ങിയപ്പോ ബോട്ടിലുള്ള 11 എന്ത് പറഞ്ഞു കാണുന്നറിയോ? ഒരു കാര്യമില്ല, വെള്ളത്തിലോട്ട് ഇറങ്ങിയിരിക്കുന്നു. ഇപ്പൊ ചെന്ന് കേറി കൊടുക്ക, ഇപ്പൊ കാണാം. എടവേ, നിന്നെ പറയിലും അങ്ങനെ പറഞ്ഞെന്ന് വരാം. അവര് വള്ളത്തിൽ അങ്ങ് ചെല്ലട്ടെ, ഞാന് വെള്ളത്തിന് മീതെ ചെല്ലും. വ്യത്യസ്തനാകുക. പറ,
വ്യത്യസ്തനാകുക. ശബ്ദമുയർത്തി പറ, വ്യത്യസ്തനാകുക. എന്താണ് ജോസഫിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയ രണ്ടാമത്തെ കാര്യം? ജോസഫിനോട് ജോസഫ് പറയും, എനിക്കൊരു വിഷൻ ഉണ്ട്, എനിക്കൊരു വിഷൻ ഉണ്ട്, ഹലോ, എനിക്കൊരു മിഷൻ ഉണ്ട്. എന്റെ കൂടെയുള്ള ആരെങ്കിലും ഉണ്ടോ? നിനക്ക് ഒരു വിഷൻ ഉണ്ടെങ്കിൽ ആ വിഷനെതിരെ, അവിടെ എഴുതിയിരിക്കുന്നത്, അപ്പൻ പോലും കുറച്ച് ചൂടായിട്ട് ചോദിച്ചു, ഞാനും എൻ്റെ അമ്മയും നിന്റെ മുമ്പിൽ ഒന്ന് മുട്ടു നടക്കുവോ എന്ന് പറഞ്ഞ അപ്പന് പോലും സഹിക്കാൻ പറ്റിയില്ല. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു രാമീൻ പറഞ്ഞേ എന്ന് പറഞ്ഞ ആ വീട്ടിലുള്ള സകല ആളുകളും എതിരായി. എതിരികൾ നിന്റെ വിഷന് നേരെ എഴുന്നേൽക്കുമ്പോ സ്വർഗത്തിന് പറയാനുള്ളത്, അതിനെ ഞാൻ പൂർത്തീകരിക്കും, അതിനെ ഞാൻ ഫുൾഫിൽ ചെയ്യും. വിഷൻ ഉള്ളവർക്കായി സ്തോത്രം. വിഷൻ ഉള്ളവനെ ഒരു മിഷൻ ഉണ്ടാകത്തുള്ളൂ. അടുത്തിരിക്കുന്നവരോട് പറ, വിഷൻ ഉള്ളവനെ ഒരു മിഷൻ എഴുന്നേൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. വിഷൻ ഉള്ളവനോട് പിശാചിനൊരു മിഷൻ ഉണ്ട്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറ, വിഷൻ ഉള്ളവനോട് പിശാചിന് ഒരു മിഷൻ ഉണ്ട്. അതിനകത്ത് നീ ആയി പോകരുത്. അതെങ്ങനെയാ? ഒന്ന്, നിന്നെ പകയ്ക്കുക, നിന്നോട് മോശമായി ഇടപെടുക, നിന്നെ ഇടിക്കുക, നിന്റെ വാക്കുകൾ കൊണ്ട് നിന്നെ ഹറാസ് ചെയ്യുക, നിന്നെ ഒറ്റപ്പെടുത്തുക, മുറിവേൽപ്പിക്കുക. അത് പതിവാണ്. കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, അവനെ വിറ്റ് കളഞ്ഞു എന്ന് മാത്രമല്ല, വിൽക്കണേക്കാൾ മുമ്പ് മുറിവേൽപ്പിച്ചു. നിന്നെ മുറിവേൽപ്പിക്കുന്ന ആളുകളെ നീ ശ്രദ്ധിച്ചോ. അവർക്കൊരു കാര്യമുണ്ട്, അവർ നിന്നെ പകയ്ക്കുന്നുണ്ട്. നിന്റെ വിഷനാണ് വിഷയം, നിന്റെ ദർശനമാണ് വിഷയം. ദർശനങ്ങളുള്ളവർക്കായി സ്തോത്രം. കൈകളടിച്ചൊരു ആമേൻ പറ. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറ. എന്താണ് ദർശനം? മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി ഞാൻ ഉയരും, ഞാൻ അവരെ പോലെ തുടരത്തില്ല. യൗവനക്കാരെ, മറ്റുള്ളവരെ പോലെ പെൺപിള്ളേരുടെയും ആൺപിള്ളേരുടെയും അല്ല, ശനിയാഴ്ചയും വെള്ളി ഞായറാഴ്ചയും അവധി കിട്ടുമ്പോൾ പിള്ളേരുടെ കൂടെ കള്ളുമായിട്ട് നടക്കാതെ ഞാൻ വ്യത്യസ്തനായാൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോവും. ഞാൻ ഈ ഇടയ്ക്ക് ഒരു പെങ്കൊച്ച് എന്നോട് ഒന്ന് പറഞ്ഞു, ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? എനിക്ക് പ്രേമമായിട്ടില്ല, അതുകൊണ്ട് സ്കൂളിൽ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയിരിക്കുവോ? പ്രേമമുള്ളവർക്ക് സ്കൂളിൽ കയറാനൊക്കത്തുള്ളൂ. ഇപ്പോൾ പണ്ട് പ്രേമം ഉണ്ടെങ്കിൽ എല്ലാവരും ഒറ്റപ്പെടുത്തുമായിരുന്നു ഞങ്ങളുടെ കാലത്ത്. ഇപ്പൊ പ്രേമം ഇല്ലെങ്കിൽ ആരെങ്കിലും ഒറ്റപ്പെടുത്തി കളയും. ഇവൾക്ക് മാത്രം പ്രേമമില്ല, ഇവള് മാത്രം അങ്ങോട്ട് വലിയ പ്രതിവ്രതയാ. അങ്ങനെ പറയുന്നിടത്ത് നിന്നോണം. അവരെ നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ നിന്നോണം. പറയണം, ഞാൻ അങ്ങനെയാണ്. നിന്റെ കൂട്ടുകാര് നിന്നോടൊപ്പം കഴിക്കാനിരിക്കുമ്പോ നീ മാത്രം കഴിക്കുന്നില്ലേ? എടാ, ഒരു സ്മാള് കഴിച്ചുകൊണ്ട് ഒന്നും ആവത്തില്ല. പറയണം, ഞാൻ എൻ്റെ അപ്പനും അമ്മയും നിർദ്ദേശിച്ച നല്ല വഴി നടക്കും. അവര് നിന്നെ കളിയാക്കി കൊല്ലും, നിന്നെ നാണം കെടുത്തി കൊല്ലും. ഒരുത്തം വന്നിരിക്കുന്നു, നിന്നെ പരിഹസിക്കും. വിചാരിച്ചോണം, നീ അവരുടെ കൂട്ടത്തിൽ അല്ല, നീ അതിൽ നിന്ന് വ്യത്യസ്തനാണ്. വ്യത്യസ്തനാകാനാണ് പാട്. അടുത്തിരിക്കുന്നവരോട് പറ, നാടോടുമ്പോൾ ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം കഴിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞ എന്ന് പറഞ്ഞ, നീ ഏത് സാഹചര്യത്തിലാണോ ചെല്ലുന്നത് അവിടെ ചെന്നാൽ അങ്ങേയറ്റം നീ അതിനോട് യോജിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാണെന്നറിയോ? കള്ളുകുടിയന്മാരുടെ കടുവ് ചെന്ന ഏറ്റവും ടോപ്പ് കുടിക്കാരൻ നീ ആകണം. അല്ല 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 സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. നീ വ്യത്യസ്തനാണ്. കൈയടിക്കില്ല. രാമൻ പറഞ്ഞില്ല, നീ മറ്റുള്ളവരെ പോലെയല്ല, എനിക്ക് മറ്റുള്ളവരെ പോലെ ആകാൻ കഴിയത്തില്ല. എന്താ കൈയടിക്കാതെ? ആമേൻ പറയാത്തെ? ഒരു ഹല്ലേലൂയ പറ. ജോസഫേ, നീ എവിടാ? അവനൊരു വിഷൻ ഉണ്ട്. ആ വിഷൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയിരിക്കുകയാണ്. ഒരു നല്ല ആമേൻ പറഞ്ഞേ. ഒരു വാചകം കൂടെ പറയട്ടെ.
ഒരു വാചകം കൂടെ പറയട്ടെ, ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ നിനക്കെതിരെ പ്രശ്നങ്ങൾ എഴുന്നേൽക്കാം. ജയം തരുന്ന പൊസിഷനോടൊപ്പം പ്രതികൂലങ്ങളും കൂട്ടത്തിലുണ്ട് എന്ന് മറക്കല്ലേ. ദാവീദേ, നീ ഇപ്പൊ എവിടാ? അവൻ പറയും, ഞാൻ രാജാവിന്റെ ആയുധവാഹകനാണ്. രാജാവിന്റെ കൊട്ടാരത്തിൽ ഏറ്റവും പ്രധാനിയാ ഞാൻ. യുദ്ധത്തെ ഏറ്റവും മുന്നമേ ജയിക്കുന്നയാളാ ഞാൻ. ഇപ്പോൾ പട്ടണത്തിലുള്ള സ്ത്രീകൾ പറയുന്നത് ദാവീദ് 10,000 കൊന്നു, ശൗൽ 1000 കൊന്നു എന്ന. ശൗലിനേക്കാളും പ്രശസ്തിയിൽ ഞാനാ മുകളില്. സ്ത്രീകൾ അങ്ങനെയാ, പണ്ടും അങ്ങനെയാ. ഒന്ന് കേൾക്കാവോ? എൻ്റെ അടുക്കൽ എൻ്റെ ഒരു പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, എന്നോട് നമ്മുടെ ചർച്ചിൽ ഒരു സഹോദരി ഒന്ന് പറയുവോ, കഴിഞ്ഞ പ്രാവശ്യം ബ്രദർ പറഞ്ഞ മെസ്സേജ് എൻ്റെ കൂടെ ഉള്ള പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ അത് ജോൺ ദാരു ബ്രദർ പ്രസംഗിച്ചതിനേക്കാൾ നല്ലതായിരുന്നു. എനിക്ക് ജോൺ ദാരു ബ്രദർ പ്രസംഗിച്ചതിനേക്കാൾ മനസ്സിലായി. ഞാൻ പറഞ്ഞു, മോനെ, നിന്റെ പുറകെ ഒരു പാര വരുന്നുണ്ടടാ. അത് ഡയറക്റ്റ് പിശാചിന്റെ ഏജന്റായിട്ട് വന്ന് നിൽക്കുക. ആ വന്ന സ്ത്രീ അതാണ്. നിങ്ങളുടെ സഹോദരമൊക്കെ പോയോ? ഒരു നല്ല ആമീൻ പറഞ്ഞേ. പൊസിഷനുകൾ പാരാട്ടൽ കൊണ്ടുവരും. ആളുകൾ നിന്നെ നോക്കിയിട്ട് പറയും നല്ലത്, ഉയർച്ച പറയാൻ തുടങ്ങും. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ വേറൊന്നും ഉണ്ടാകും. ദാവീദിനോട് ചോദിച്ചാൽ പറയും, അന്ന് മുതൽ ശൗലിനെ കണ്ണുകടി തുടങ്ങി. ചിലർക്ക് നിന്നോട് കണ്ണുകടി ഉണ്ടാകാം, അതിനെ അസൂയ എന്ന് വിളിക്കും. അടുത്തിരിക്കുന്നവരോട് പറ, ചിലരുടെ കണ്ണ് ചൊറിയും, ചിലർക്ക് തലയും ചൊറിയും. അടുത്തിരിക്കുന്നവരോട് പറ, ചിലർക്ക് കണ്ണ് ചൊറിയും, അതിന്റെ പേര് അസൂയ എന്നാണ്. കണ്ണ് ചൊറിയുന്ന ആളുകളുടെ പ്രത്യേകത ശ്രദ്ധിക്കൂ, ഞാൻ അവസാനിപ്പിക്കുക, നിങ്ങൾ തളർന്നു. നിങ്ങൾ കണ്ണ് ചൊറിയുന്ന ആളുടെ പ്രത്യേകത, താരം കിട്ടിയാൽ നിന്നെ കൊന്നുകളയും. അതങ്ങനെയുണ്ടോ? ശൗൽ ഒരു തരം കിട്ടിയപ്പോ തൻ്റെ കയ്യിലിരുന്ന കുന്തം അവന് നേരെ എറിഞ്ഞു. എൻ്റെ കൂടെ ഉണ്ടോ? കണ്ണുകടിയുള്ളവൻ കൊന്നുകളയാം. അതുകൊണ്ട് സദൃശവാക്യങ്ങൾ 27:4 പറയുന്നത്, ക്രോധം ക്രൂരമാണ്. കോപം ക്രൂരമാണ്. ക്രോധമോ അത് പ്രളയം പോലെയാണ്. പക്ഷേ അസൂയയുടെ മുമ്പിൽ ആർക്കടാ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുകയെന്ന്? ക്രോധത്തെക്കാളും കോപത്തെക്കാളും ശക്തനാ പുള്ളിയെന്ന്. ആരും ഒന്നും മിണ്ടിയില്ല. നമുക്ക് വിചാരം ക്രോധവും കോപവും ഒക്കെ ശക്തനാ, പക്ഷേ അസൂയക്ക് അതിനേക്കാൾ ബലമുണ്ടെന്നോ. അതൊന്ന് ഇരുന്ന് നിനക്ക് പണി തരാൻ ശ്രമിക്കുമെന്ന. ചിലത് നിനക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ നീ പറയണം, ഇത് ജോസഫിന്റെ സഹോദരന്മാർക്ക് അവനോട് തോന്നിയ അസൂയ പോലെ, അവനോട് തോന്നിയ പകച്ചതുപോലെ, സമാധാനത്താൽ സംസാരിക്കാൻ കഴിയാഞ്ഞതുപോലെ എന്നോടുള്ള ചിലരുടെ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ മുമ്പിൽ ഇതുപോലുള്ള പ്രതിസന്ധികളുണ്ടോ? ആ പ്രതിസന്ധികൾ നിങ്ങളുടെ മനസ്സിനെയാണ് സ്വാധീനിക്കുന്നത്. അതാണ് നമ്മുടെ ജയത്തിൻ്റെ ഒരു തടസ്സം. ഇതൊന്നും നിന്റെ മനസ്സിനെ സ്വാധീനിക്കരുത്. ആരുടെ വാക്കുകളാണ് നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത്? ഒരു കസേരോ. ആരുടെ വാക്കുകളാണ് നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത്? ആരുടെ പരിഹാസമാണ് നിങ്ങളുടെ മനസ്സിനെ ഇടിച്ചത്? ആരാ നിങ്ങളെ വിറ്റുകളഞ്ഞത്? ആരാ നിങ്ങളെ പകച്ചത്? നിങ്ങളോട് സംസാരിക്കാൻ പോലും, സമാധാനത്തിൽ സംസാരിക്കാൻ പോലും കഴിയാത്തത് ആരാണ്? നിന്നെ ഒറ്റപ്പെടുത്തിയത് ആരാ? നിന്നെ മുറിവേൽപ്പിച്ചത് ആരാ? ആ വ്യക്തികളോട് നമുക്ക് ക്ഷമിക്കാൻ. ക്ഷമിക്കുന്നത് ആരാണോ അവർ രാജസിംഹാസനത്തിലേക്ക് ഒരുങ്ങുകയാണ്. ജയത്തിന്റെ തടസ്സങ്ങളാ ഞാൻ പറഞ്ഞേ. അങ്ങ് ഉഗാണ്ട കിടക്കുന്ന ആളുകളല്ല നിനക്ക് അസൂയാലുക്കൾ. ഒരുപക്ഷെ നിന്റെ വീട്ടിലുള്ളവരാകാം.
നിന്നെ ഏറ്റവും സ്നേഹിക്കുന്നു എന്ന് തോന്നിയ നീ വിചാരിച്ചിരുന്നയാളാ നിനക്കിപ്പോൾ പാരയായിട്ടുള്ളത്. കുടഞ്ഞുകളാ. അത് നിന്റെ തലയിൽ ഭരിക്കാൻ ഒരു മിനിറ്റ് വിട്ടുകൊടുക്കരുത്. കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്കും, ഒരു ആമേൻ പറ. ഏതു സാഹചര്യമാ നിന്റെ ജയത്തെ നിയന്ത്രിക്കുന്നത്? ആരുടെ വാക്കുകളാ നിന്റെ മുന്നേറ്റത്തെ തടഞ്ഞത്? അടുത്തിരിക്കുന്നോട് ചോദിച്ച, ഏത് സാഹചര്യമാ നിന്റെ ജയത്തെ നിയന്ത്രിക്കുന്നത്? ആരുടെ വാക്കുകളാ നിന്റെ മുന്നേറ്റത്തെ തടഞ്ഞത്? തിരിച്ചറിഞ്ഞാൽ അതിനെ ഓടിച്ചു കളഞ്ഞിട്ട് പറ, നോ, ഞാൻ ജയാളിയാകും. കൈയടിക്കേ, പറ. വണ്ടർഫുൾ ജീസസ്. അടുത്തിരിക്കുന്ന ആളോട് പറ, തോൽക്കാൻ എനിക്ക് മനസ്സില്ല. നിന്നെ ഒരാൾക്കും തൊടാൻ കഴിയത്തില്ല. നീ അവന്റെ കൈക്കുള്ളില. നിന്റെ വലത്തും നിന്റെ ഇടത്തും നിന്റെ മുമ്പിലും നിന്റെ പുറകിലും നിന്റെ ഉള്ളിലും നിന്റെ മുകളിലും ഒരുവൻ വാസം ചെയ്യുന്നു. ഒരു ആയുധവും ഏൽക്കത്തില്ല. നീ ജയാളിയാകും. ഓരോ സ്ഥലത്തും നീ ജയിക്കും. ഓരോ ഇടത്തും നീ മുന്നേറും. ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. കൈ അടിച്ചുകൊണ്ട് പറ, എനിക്ക് തോൽക്കാൻ മനസ്സില്ല. ഒരു ആയുധം ഫലിക്കത്തില്ല. ശത്രുവിന് എന്നെ തൊടാൻ കഴിയുകയില്ല. ശത്രുവിന് തൊടാൻ കഴിയുകയില്ല. ശത്രുവിന് തൊടാൻ കഴിയുകയില്ല. ഓ, എന്നെ തൊടുകയില്ല. ഒന്നും വരികയില്ല. എന്നെ തൊടുകയില്ല. ഒന്നും വരികയില്ല. എനിക്കെതിരാ ഉളവാക്കുന്ന ആയുധങ്ങൾ ഫലിക്കയില്ല. എനിക്കെതിരാ ഉളവാക്കുന്ന ആയുധങ്ങൾ ഫലിക്കയില്ല. ആമേൻ. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ കേട്ട ദൈവശബ്ദത്തിന് അനുകൂലമായി ഞങ്ങളുടെ ഹൃദയത്തെ പണിയുവാനും എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി ഞങ്ങൾ നയിക്കപ്പെടുവാനും ഞങ്ങളെ നീ സഹായിക്കുന്നതിന് നന്ദി അപ്പ. ഇൻ ജീസസ് നെയിം. നിനക്കെതിരെ ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് കൊണ്ടാണ്. ഒരുപക്ഷെ നിന്റെ വിഷനെ മനസ്സിലാക്കിയിട്ടാകാം പിശാച് നിന്നോട് എതിർക്കുന്നത്. പക്ഷേ അതിനെ തോൽപ്പിക്കുവാൻ പിശാചിൻ്റെ ശക്തിക്കോ അല്ലെങ്കിൽ പിശാചിൻ്റെ തന്ത്രങ്ങൾക്കോ കഴിയത്തില്ല. നീ ക്രിസ്തുവിൽ ബലവാനാണ്. നിങ്ങളെ കർത്താവ് തിരഞ്ഞെടുത്തതാണ്. ആ ബോധ്യത്തിലായിരുന്നാട്ടെ നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. സിസ്റ്ററിൻ്റെ പേര് ജൂലിയ, നന്തൻകോട് എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. നമ്മുടെ ചർച്ചിലെ അനുഗ്രഹിക്കപ്പെട്ട ലീഡറാണ്. ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് സിസ്റ്റർ ഇപ്പോൾ പറയുന്നത്. അങ്കിൾ കഴിഞ്ഞ ആഴ്ച ഒരു മെസ്സേജ് പറഞ്ഞായിരുന്നു, നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വെളിച്ചം നമ്മൾ വസിക്കുന്നു. അപ്പം ആ വെളിച്ചം വസിക്കുന്നത് കൊണ്ട് നമുക്കിപ്പോൾ സ്വർഗത്തിൽ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ മെസ്സേജ് ആ റിയലി എനിക്ക് ഭയങ്കര സ്പർശിച്ചു. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, എനിക്കെന്നാൽ അത് കുറച്ച് പ്രാക്ടിക്കലായിട്ട് കാണണം. അതെങ്ങനെ സ്വർഗത്തിലൊന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അതൊക്കെ നല്ല കാര്യമല്ലേ? ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. വിവരമുള്ളവർ ഇങ്ങനെ ചിന്തിക്കുന്ന വലിയ പാടാണ് കേട്ടോ. സ്വർഗത്തിൽ ചെല്ലാൻ പറ്റുമോ, കാണാൻ പറ്റുമോ, ഇങ്ങനെ ചിലർ ചിന്തിക്കുന്നുവെങ്കിൽ അത് പ്രയോജനപ്പെടുവാനും കാരണമാവും. പറ പ്രിയ സിസ്റ്റർ, അയ്യോ എന്ന് പറയുന്നു, ഒരു ചാൻസ് കിട്ടിയിട്ടില്ല കേട്ടോ. പറ, നീ പറ. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത്, ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു വിഷൻ കാണുവാണ്. അപ്പം ഒരു 6 സീറ്റർ ടേബിളിൽ എൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് യേശു ഇരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ പൗലോസും പത്രോസും, റൈറ്റ് സൈഡിൽ എലൈഷയും മോശയുമാണ്. ഒന്ന് എഴുന്നേറ്റ് ഒരു സല്യൂട്ട് കൊടുത്ത്. നിങ്ങൾ വിചാരിക്കും ഇയാൾക്ക് തോന്നിയതാണെങ്കിൽ അങ്ങനെ തോന്നാനെങ്കിലും പറ്റണ്ടേ? അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ്, ചിലർ പറയും ഇതൊക്കെ തോന്നല. ഓക്കെ, തോന്നല, പക്ഷെ നിനക്ക് അങ്ങനെങ്കിലും തോന്നലെങ്കിലും ഉണ്ടെങ്കിൽ വാ. ഒരു കയ്യടി കൊടുത്തേ, ഒരു നല്ല ആമേൻ പറഞ്ഞേ. എനിക്കും ഡൗട്ട് ഉണ്ട്, ഇത് തോന്നലാണോ, ഇതൊക്കെ സംഭവിക്കും, എനിക്കൊക്കെ ഇതൊക്കെ കാണാൻ പറ്റും. ആത്മീയമായ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ തോന്നലാണോ എന്ന് ചിന്തിക്കുന്നതാണ് തോന്നൽ. ആ തോന്നലെന്ന് ചിന്തിക്കുമ്പോഴേ നമുക്ക് നിങ്ങൾ ഏറ്റവും ഞാൻ ഇന്ന് അടുത്ത ആഴ്ച എങ്ങനെയാണ് ആത്മലോകവുമായി ബന്ധപ്പെടുന്നത് എന്ന് പഠിപ്പിക്കാനാണ് തുടങ്ങുന്നത്. കഴിഞ്ഞ ആഴ്ച മുമ്പത്തെ ആഴ്ച ഞാൻ സെൻസിറ്റീവ് ഹാർട്ട് പറഞ്ഞു. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വെളിച്ചം വന്നു എന്ന് പറയും. ഈ ആഴ്ച തുടർന്നെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിയർലി 45 മിനിറ്റ്സ് 1 hour എടുക്കും. അതുകൊണ്ട് ഞാൻ തുടത്തില്ല.
അടുത്ത ആഴ്ച ഞാൻ കണ്ടിന്യൂ ചെയ്യും. അതിനകത്ത് ഈ ആഴ്ചനെ അടുത്ത ആഴ്ച ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഇമാജിനേഷൻ എങ്ങനെയാണ് വാസ്തവത്തിൽ ആത്മലോകവുമായി പ്രവർത്തിക്കുന്നത്. നമുക്ക് ദൈവം തന്നുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്നറിയോ? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ ദൈവം തന്നൾക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്തെന്നറിയോ? മിക്കവാറും ആളുകൾ പറയും മറ്റൊന്നെങ്കിലും ഒക്കെ, പക്ഷെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ദൈവത്തെ പോലെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. എന്നാ ഞാൻ പറഞ്ഞേ? ദൈവത്തെ പോലെ ഇമാജിൻ ചെയ്യാൻ ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവം എങ്ങനെ ഈ ആകാശം ഭൂമി എല്ലാം ഉണ്ടാക്കിയത്? അതുണ്ടാകാനേക്കാൾ മുമ്പ് ദൈവത്തിന്റെ അകത്തൊരു ചിത്രം ഉണ്ടാവും. ആർക്കും വരയ്ക്കാൻ കഴിയാത്തൊരു ചിത്രം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ മാത്രമുള്ള സ്വഭാവമാണ്. നിങ്ങൾ അതിനെ കൈയടിച്ചില്ല, ഒരു ആമേൻ പറഞ്ഞില്ല. ഇമാജിനേഷൻ ദൈവം നൽകുന്ന ഏറ്റവും വലിയ വരവാണ്. ദൈവം പലപ്പോഴും നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് തോന്നുന്നത് നമ്മൾ ഇമാജിനേഷൻ ചെയ്യുക അല്ല, അതിലൂടെ ദൈവം നമ്മളോട് ഇടപെടുകയാണ്. ഇമാജിനേഷനെയും നമ്മുടെ സോളിൻ്റെ ഇമാജിനേഷനെയും നമ്മുടെ ലൗകിക ഇമാജിനേഷനെയും എങ്ങനെ തിരിച്ചറിയാം? അത് നാളെ അടുത്ത 2 ആഴ്ചക്കകത്ത് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാം. ഇറ്റ്സ് യൂസ്ഫുൾ. അപ്പോൾ ഇവള് കാണുന്ന ഈ ദർശനമാണോ ഇമാജിനേഷനാണോ ചിന്തിക്കേണ്ടത്. ഇതൊന്നും ഇമാജിൻ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഇമാജിൻ ചെയ്ത് ആ ചിത്രങ്ങളൊന്നും വ്യക്തമാകത്തില്ല. ഡിവൈൻ എല്ലാം വ്യക്തമായിരിക്കും. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേട്ടെ. വണ്ടർഫുൾ. പറഞ്ഞേട്ടോ മോളെ. അപ്പം അത് തന്നെയാണ് എനിക്ക് തോന്നിയ ആൻസർ. കാരണം അത്രയും വ്യക്തമായിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവരുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ, അവരുടെ ഫീച്ചേഴ്സൊക്കെ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അവരാണ്. എനിക്കൊരു സംശയമില്ലായിരുന്നു. അപ്പം ആ ടേബിളിൻ്റെ നടുക്ക് ഒരു ഓർണമെൻ്റൽ ഗോൾഡ് ബൗൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ലാമ്പിൻ്റെ കഷ്ണങ്ങളായിരുന്നു. ലാമ്പിൻ്റെ കഷ്ണങ്ങളായിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ എൻ്റെ അടുത്ത് അപ്പോസ്റ്റൽസ് ഒരാൾ പറയുക, ടേക്ക് ആൻഡ് ഈറ്റ് എന്ന് പറയുക. അപ്പം ഞാൻ പറഞ്ഞു എനിക്കെങ്ങനെ കഴിക്കാൻ പറ്റും. പക്ഷേ ഒരു ചെറിയൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതെടുത്ത് കഴിച്ചു. പെട്ടെന്ന് അത് കഴിച്ചു കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ നോക്കുക, ഇതൊക്കെ എനിക്കെങ്ങനെ ഇവിടെ വന്ന് ഈ ഒരു ബാങ്ക്വറ്റിലൊക്കെ എനിക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു വചനം ഓർമ്മ വരുവാണ്, നോക്ക് ആൻഡ് I keep knocking at thy door, and if anybody opens, I will come and dine with him. Amen. It's wonderful word. അതിനുശേഷം അപ്പം ഞാൻ എന്നിട്ട് എനിക്ക് ചിന്തിക്കുക, എങ്ങനെ എനിക്ക് ഇവിടെ സ്വർഗത്തിൻ്റെ ഇടയിൽ ഇവിടെയൊക്കെ വരാനൊക്കെ പറ്റുന്നു. അപ്പം യേശു ഓപ്പോസിറ്റ് ഇരിക്കുക. യേശു പറയാം, ലുക്ക് ആറ്റ് യു എന്ന് പറഞ്ഞു. ആൻഡ് ഞാൻ പെട്ടെന്ന് എന്നെ നോക്കുന്നു, ആൻഡ് ഐ ജസ്റ്റ് ലുക്ക് ലൈക്ക് ജീസസ്. അപ്പം യേശുവിൻ്റെ അതേ ലൈറ്റ് പോലത്തെ രൂപം എനിക്ക് അതേപോലെ ഉണ്ട്. ആൻഡ് അങ്ങനത്തെ ഒരു വിഷയം ഞാൻ കണ്ടു. ആൻഡ് രണ്ടാമത് ഇന്ന് സൺഡേ വരുന്ന മുന്നേ ഞാൻ അമ്മയുടെ പ്രാർത്ഥന മുറിയിൽ നിന്നാണ് ഞാൻ ബൈബിൾ വായിച്ചത്. അപ്പോൾ അങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരു സംഭവം പെട്ടെന്ന് കാണുക. അമ്മയുടെ റൂമിൽ റൂമിനുള്ളിൽ ഫുൾ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് ഇരിക്കുക. അത് ഓരോ ഡീറ്റെയിൽ മൊത്തം ഇങ്ങനെ ഗോൾഡ് പോലെ, ബ്രൈറ്റ് അല്ല, ബട്ട് ഇറ്റ്സ് ഗോൾഡ് പ്ലേറ്റഡ്. ആൻഡ് ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ അമ്മയുടെ മുറിക്ക് എന്താ ഇത്രയും ഭംഗി? ആൻഡ് ദൈവം പറയുക, because she honors her room for her prayer with me, I come and make my abode in her. So സ്വർഗത്തിൽ മാത്രമല്ല, ഭൂമിയിൽ തന്നെ ദൈവം നമ്മുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്കായി നന്ദി പറയാം. ഒരു നിമിഷം എന്നോട് ചേർന്നൊന്ന് പറഞ്ഞാട്ടെ. ഞാനൊരു സാധാരണ വ്യക്തിയല്ല, ഞാൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരു പക്ഷേ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളല്ല എനിക്കുണ്ടാക്കുന്നത്. പക്ഷേ കർത്താവിന് ഞാൻ വ്യത്യസ്തനാണ്. വ്യത്യസ്ത അനുഭവങ്ങളിലൂടെയാണ് കർത്താവ് എന്നെ കൊണ്ടുപോകുന്നത്. ഞാനൊരു സാധാരണ വ്യക്തിയല്ല. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിൻ്റെ കൃപയുടെ ആ നിറവ് ഈ വ്യക്തികൾ അനുഭവിക്കട്ടെ അപ്പാ. ദൈവത്തിൻ്റെ ഫേവർ അവരുടെ മേൽ ചലിക്കുന്നത്, ഓരോ പ്രശ്നങ്ങളിലൂടെ പോകുമ്പോഴും ഓരോ സാഹചര്യങ്ങളും മുൻപിൽ വരുന്നതും കർത്താവെ വ്യത്യസ്തമായ ദൈവിക അനുഭവങ്ങൾ ഇവർക്കുണ്ടാകുന്നത് അവർക്ക് മനസ്സിലാക്കട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. എന്നോടൊപ്പം ആയിരിക്കുന്ന കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ
താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആമീൻ. എനിക്കൊരു വ്യക്തിയെ കാണാം, വീട് പണിക്ക് ശേഷം മാർബിളിൻ്റെ കൊച്ചു കൊച്ചു പീസുകൾ മുറ്റത്ത് കൂട്ടിയിട്ടതിൽ നിന്നും കാല് മുറിഞ്ഞിട്ട് പ്രയാസത്തോടായിരിക്കുന്ന, ആ മുറിവ് ഉണങ്ങുന്നില്ല, അത് പ്രയാസത്തോടായിരിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. ഇച്ചിരി പ്രായമുള്ള ഒരാളാണ്. കർത്താവ് ആ വ്യക്തിയെ സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യം ആ വ്യക്തിയുടെ മേൽ ചലിക്കട്ടെ. അപ്പാ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആമീൻ. അതേപോലെ എനിക്കൊരു വ്യക്തിയെ കാണാം, ഒരു സിസ്റ്ററാണ്, കുറച്ച് നെറ്റിയുള്ള ഒരു സഹോദരിയാണ്. നാളുകളായിട്ട് ജോലിക്ക് ശ്രമിക്കുകയാണ്, പല ജോലികളും മാറി മാറി ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു കാര്യത്തിലും തനിക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല. ആ വ്യക്തിക്ക് കർത്താവ് പുതിയൊരു വാതിൽ തുറക്കുകയാണ്, പുതിയൊരു വാതിൽ തുറക്കുകയാണ്. അപ്പോൾ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. അവിടുന്ന് കൊടുക്കുന്ന കർത്താവെ ജോലിക്കായി നന്ദി പറയുന്നു കർത്താവ്. എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അവിടുത്തെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അവിടുത്തെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. വലിയ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.